അപ്പോൾ ഹലോ മക്കളെ, മമ്മി ദേ ഇന്ന് അമ്മു നേരം വൈകിയാണ് വന്നേ. നേരം വൈകിയല്ല, വരണ നേരത്ത് വന്നു. പക്ഷെ ആൾക്ക് പാടില്ല. ആൾ വന്നിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാൻ എടുക്കാൻ. അപ്പോൾ ആൾക്ക് തീരെ വയ്യാണ്ട വന്നേക്കണേ. മൈഗ്രെയിൻ്റെ തലവേദന, ഛർദി അതൊക്കെ ആയിട്ട് തന്നെ. അതെന്താണെന്ന് മമ്മി പറഞ്ഞാൽ അവർ പറഞ്ഞാൽ വഴക്ക് പറയും. രണ്ടുപേരും ഡയറ്റിങ്ങിലാണ്, ഭക്ഷണം കുറച്ചേക്കെ. അത് കുറയ്ക്കുമ്പോൾ പെട്ടെന്ന് ഈ തലവേദന അതൊക്കെ വരും. അതെന്തെങ്കിലും ആകട്ടെ. അപ്പം നമ്മതേ രണ്ട് തരത്തിലാണ്. ഇത് ചക്ക ഇട്ട് മമ്മി അരിപ്പൊടി കുഴച്ച് വെച്ചേക്കുന്നതാണ്. എന്നിട്ട് ഇനി ഇത് നമുക്ക് ചീട പോലത്തെ ഈ എണ്ണയിൽ വറുത്ത് കോരി ഇതൊരു ചിപ്സ് പോലെ ഇതും കടിക്കുക. പിന്നെ അതെ ഉള്ളി ബജി ഇതുണ്ടാക്കാൻ മമ്മി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് രണ്ടാണെന്ന് നമുക്ക് കട്ടൻ ചായക്ക്. മണി 7 മണിയായി. ഇങ്ങനെ ഒരു ശീലം ഉണ്ടായില്ല. ഇപ്പം മഴ ആയി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ശീലം വന്നേക്കണേ. ഇന്നാണെന്നുണ്ടെങ്കിൽ മഴ ഇപ്പോൾ വൈകുന്നേരം പെയ്തുള്ളൂ. പകൽ കാലത്ത് പെയ്തിട്ട് പിന്നെ ഉച്ചയ്ക്ക് വെയിലായിരുന്നു. ഉച്ചയ്ക്ക് ഒരുവിധം ഭയങ്കര ചുട്ട വെയിലെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരുവിധം തോർച്ച ഉണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരമായപ്പോൾ ഒരു മഴ കഴിഞ്ഞു. അപ്പം നമ്മൾ ദേ ഉള്ളിവട, ഉള്ളി ബജി എന്ന് പറയാ, വട എന്നും പറയാം അല്ലേ? അത് മമ്മി ഉള്ളി സവോള അരിഞ്ഞ് ഉപ്പും ഇച്ചിരി കായപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഉപ്പിട്ട് കുഴച്ച് വെച്ചേക്കെ. ഇനിയിപ്പോൾ അതിനകത്തേക്ക് ഇച്ചിരി മൈദ, കുറച്ച് മതിയോ? കുറച്ച് മൈദ, കുറച്ച് കടലമാവ് ഇതിട്ട് നമുക്ക് കുഴച്ച് റെഡിയാക്കണം. എന്നിട്ട് വേണം വെള്ളം ചേർക്കണ്ട അല്ലേ? വെള്ളം ചേർക്കേണ്ടി വന്നാൽ ഒന്ന് തളിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ടി വരില്ല. വേണ്ടി വരില്ല. നമുക്ക് അധികം വേണ്ടേന്ന് താനുമില്ല. നമ്മ ഈ 2 പേര് അല്ലേ കഴിക്കുള്ളൂ. മതി, ഇതിനകത്ത് വേണ്ട, കണ്ട ഇത്ര മതി. ഇനി വെള്ളം തിളച്ചാ വെള്ളമുണ്ട്. അതാണ് ഞാൻ മമ്മി അരിഞ്ഞ് വെച്ചും കൊണ്ട് കടയിൽ പോയത്. അതാ ഉപ്പ് വരുമ്പോ അതിനകത്ത് വെള്ളം ഉപ്പ് ഇറങ്ങുമ്പോ വെള്ളം ഉണ്ടാവും. ഇനി വേണ്ട, കണ്ട ഇതിങ്ങനെ മതി. ഇതിലധികം ഇനി വെള്ളം ഒഴിച്ചാൽ കുളവും കുളമായി കിട്ടും. അപ്പം നമുക്ക് മക്കളെ ഈ ഉള്ളി ബജി ഉണ്ടാക്കാം. പിന്നെ ചീട, ഉള്ളി ബജി ഉണ്ടാക്കാം. ചക്കച്ചീട ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. അതല്ലേ ചക്കച്ചീട. അത് ചക്ക 3-5 ചുളമോളം എടുത്ത് വെച്ചേച്ചില്ലേ, അത് മമ്മി മിക്സിയിൽ ഇട്ടിച്ചിട്ട് തേങ്ങ, ശർക്കര, ഏലക്കായ ഒക്കെ കൂടി കൂട്ടി അങ്ങോട്ട് അടിച്ച്. തേങ്ങ, ശർക്കര, ഏലക്കായ, ചക്കച്ചുള എല്ലാം കൂടി കൂട്ടി അടിച്ച് എന്നിട്ട് അരിപ്പൊടിയിലേക്ക് ഇട്ട് കുഴച്ച്. അരിപ്പൊടിയാണല്ലേ? ഞാൻ ഗോതമ്പൊടിയല്ല, അരിപ്പൊടി കളറാണല്ലേ? അരിപ്പൊടി ശർക്കരയുടെ കളറാണ്. അപ്പം അതിനകത്ത് ഇട്ടങ്ങോട്ട് കുഴച്ച് വെച്ച് മമ്മി. ഇനി അതും ഇതും കൂടി ആദ്യം അതുണ്ടാക്കാം അല്ലേ, എന്നിട്ട് ഇതുണ്ടാക്കാം. രണ്ടും. അപ്പം ഞങ്ങൾ കട്ടൻ ചായയും ഉള്ളി ബജി എന്നും പറയാ, ഉള്ളിവട എന്നും പറയാ അല്ലേ? അപ്പൊ അങ്ങനെ ഉള്ളിവട, ഉള്ളി ബജിയും ബജി എന്ന് പറയാനാണ് ചേർച്ച. ഉള്ളി ബജിയും ചക്കച്ചീടയും ഉണ്ടാക്കി കട്ടൻ ചായയും തിളപ്പിച്ചിട്ട് വരാം. ഓക്കെ, സൂപ്പർ ഷേപ്പ്. അപ്പൊ ദേ ആദ്യത്തെ നമ്മ ഇട്ടു വറുത്ത് കോരി. ശബ്ദം കേൾക്കാൻ പറ്റണല്ലേ? നല്ല ക്രിസ്പിയാണ്. രണ്ടാമത്തത് ദേ മമ്മി ഇടാൻ പോണ്. അപ്പം അത് നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചു. അയ്യോ, അപ്പം എണ്ണയിലാണ് കൈ നോക്കണേ. ഇത്രയൊക്കെയാണ് ബോധം മക്കളെ. ചക്കച്ചീട സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് കട്ടൻ ചായക്കൊക്കെ നേരിയ മധുരമൊക്കെ കുറച്ചിട്ട്, മധുരം ഉള്ളതാണല്ലോ, നേരിയ മധുരമൊക്കെ കുറച്ചിട്ട് സൂപ്പറായിട്ട് കട്ടൻ ചായ കുടിക്കാൻ നല്ലതാണ്, അടിപൊളി. ഞാൻ അടുത്തത് മമ്മി ബജി ഇടും. ബജിയും കൂടി വറുത്ത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കട്ടൻ ചായ വെച്ച് കുടിക്കാൻ. മഴ മാറിയെന്ന് കരുതി എവിടെ അവർക്ക് തന്നെ അറിഞ്ഞൂടാ മഴയാണോ വെയിലാണോ. കുറെ നേരം മഴ, പിന്നെ വെയില്. മഴ മാറണ മട്ടൊന്നും കാണാനില്ല. ഉച്ച വരെ മഴ ഉണ്ടായില്ല. ഉച്ച ഇരിഞ്ഞപ്പോ ഒരു മഴ കഴിഞ്ഞ് നിൽക്കാണ്. കൊറേ മഴ, ഇങ്ങനെ പൊടിയിലൊന്നല്ല, കൊറേ മഴയല്ല, കൊറേ വെള്ളമുള്ള മഴ. ഭയങ്കര മഴ, ഇങ്ങനെ മറ്റേ സംഭവമല്ല. ഏലക്കായുടെയും നല്ല ടേസ്റ്റ്, മധുരമുണ്ട്. മധുരവുമുണ്ട്.
അപ്പൊ ഇത് മൊരിഞ്ഞ് കോരട്ടെ. എന്നിട്ട് മമ്മി ബജ്ജി ഇടുന്നത് കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ മക്കളെ ഇനി നമുക്ക് ഉള്ളി ബജ്ജി ഉണ്ടാക്കാനിടാം. പക്ഷെ ഉള്ളി ബജ്ജി ഉണ്ടാക്കാനിടാം. മറ്റേതൊക്കെ വറുത്ത് കോരി മമ്മി ഇതേ നല്ല സൂപ്പർ ആയിട്ട് ഇരിപ്പുണ്ട്. ചക്ക എന്തായാലും ഇപ്പൊ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. വലിയ പണിയൊന്നും ഇതേ റോളക്സ് നമ്മൾ ആ എണ്ണ തന്നെയാണ് ഇട്ടത്, വെറുതെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇത് എണ്ണയും കൊണ്ട് നമ്മ കൈ പിടിച്ചാ കിട്ടണില്ല. പച്ചവെള്ളം കൊണ്ട് കൈ പിടിച്ചാലാണ്. എണ്ണയും കൊണ്ട് കൈ പിടിച്ചാലേ ആകണില്ല. അപ്പൊ പച്ചവെള്ളം കുറയ്ക്കണോ? ഷെയ്പ്പൊന്നുമില്ല, വേണ്ട. ഷെയ്പ്പൊന്നുമില്ലാത്ത ഒരു ഇതാണ് ഉള്ളി ബജ്ജി. ഒരു 3-4 എടുത്തോളൂ മമ്മി. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തീറ്റയൊക്കെ കുറവാണ്. അപ്പൊ പിന്നെ ഉണ്ടാക്കി വേസ്റ്റ് ആക്കണ്ടല്ലോ. അത് മമ്മി ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, വേറെ ഒരു വട ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നോക്കിപ്പാ ഇങ്ങനെ എടുക്കട്ടെ എന്ന് കരുതി. ആദ്യം ഇട്ടത് മനസ്സിലാവൂല. അപ്പൊ നമുക്ക് കോരി എടുക്കാം. ഇതെല്ലാം അങ്ങോട്ട് ഇടാം. ഒരുമിച്ചിടാം. സ്ഥലവും ഉണ്ട്. അത് തന്നെ നമുക്കേ ഇതൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കണ. ഇപ്പൊ വൈകുന്നേരത്തെ ഒരു ദിവസം പരിപ്പോടെ ഉണ്ടാക്കി. ഇപ്പൊ റോയലിനും ബോയ്ക്ക് അത്ഭുതം മമ്മിക്ക് ഉണ്ടാക്കാൻ അറിയുമെന്ന്. ഉണ്ടാക്കാറില്ല, നേരം കളയില്ല. ഇപ്പൊ ഈ അമ്മു വൈകി വരുന്ന കാരണം എന്തെങ്കിലും ഒരു കട്ടൻ ചായ, ഉച്ചക്ക് ചോറ് കൊണ്ടുപോകണില്ല. ഇപ്പൊ ഡൈറ്റിംഗ് ആണ് ഇവരൊക്കെ. 2 കൂട്ടരും ഡൈറ്റിംഗ് ആണ്, ആണാളും പെണ്ണാളും. അപ്പൊ നോക്കിയപ്പോ എന്ത് ചെയ്ത്, കട്ടൻ ചായ വരുമ്പോ ഒരു ആശ്വാസമല്ലേ എന്ന് കരുതി. പക്ഷെ നേരം പോയി ഇന്ന് ഉണ്ടാക്കിയൊക്കെ ഒറ്റക്ക് എനിക്ക് എടുക്കാൻ പറ്റില്ല. ഫോൺ എൻ്റെ ആണ്. അമ്മു ഇല്ലാണ്ട് പറ്റൂല. മമ്മിക്ക് ഒറ്റക്ക് എടുത്ത് ചെയ്യാൻ പറ്റൂല. അറിയേമില്ല മമ്മിക്ക്, അതിനറിയില്ല. പഠിച്ചു വരുന്നു. എല്ലാവരും പറയണ്ട് മമ്മിക്ക് ചെയ്തൂടെ. പക്ഷെ മമ്മിക്ക് പറ്റണില്ല, അറിയണില്ല. അപ്പൊ പിന്നെ അമ്മ വന്നിട്ട് വേണം നമുക്കിത് ചെയ്യാൻ. അമ്മ വരുമ്പോ 6 മണിയാവും. അപ്പൊ പിന്നെ അത് നേരം കിട്ടല് മൊരിഞ്ഞു വരുന്നുണ്ട്. അയ്യോ ഒരെണ്ണം മുരിഞ്ഞു. ആദ്യം ഇട്ടത് മുരിഞ്ഞു പോയി. തീ കുറച്ചാലാ എണ്ണ ചൂടായി നിക്കണോണ്ടായിരിക്കണം വേഗം കളറ് മാറണ. പരിപ്പോടെ പോലെ ആയാലും അത് മൊരിഞ്ഞ് അതെടുത്തു. അത് ആദ്യം ഇട്ടതായതുകൊണ്ട്. അത് ആദ്യം ഇട്ടായ കാരണം ഇങ്ങനെ റൗണ്ട് ആയിട്ടേ പിടിച്ചു വന്നപ്പോ അങ്ങനെ എടുക്കാന്നാണ്. അല്ല, അങ്ങനെ ഈ സവോള റൗണ്ട് ആയിട്ടുണ്ടല്ലോ, ഇങ്ങനെ മുറിക്കണത്. മുറിച്ചിട്ട് ആ റൗണ്ടിലുള്ളത് ഓണിയൻ റിങ്സ് മുക്കി പൊരിച്ചെടുക്കാന്നാണ് മമ്മി ആദ്യം വിചാരിച്ചത്. പിന്നെ നോക്കിയപ്പ കട്ടൻ ചായക്ക് ഒരു കടി വേണം. അതന്ന് ഇങ്ങനെ ഇരിക്കട്ടെ, നേരം പോണു. അങ്ങനെ പ്ലാൻ മാറ്റി ഇങ്ങനത്തെ പ്ലാൻ ആക്കി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളട്ടെ മക്കളെ. ഇത് സംഭവമാണ് ചക്കച്ചീട. പേരും അടിപൊളിയാട്ടോ. ചക്കച്ചീട പേരും അടിപൊളി, ടേസ്റ്റും അടിപൊളി. ഇപ്പൊക്കെ ചക്ക കിട്ടുന്ന സമയമാണല്ലോ. അപ്പൊ ഒന്നെല്ലാവരും വെന്ത ചക്ക അല്ലെങ്കിൽ വരട്ടി വെച്ചേക്കണ ചക്ക അരിപ്പൊടിയിലേക്ക് ഇട്ട് കുഴച്ച്, ഉപ്പിട്ട് കുഴച്ച് അപ്പൊ ചെയ്യാം. അതല്ല, പച്ചച്ചക്ക ഉണ്ടെങ്കിൽ മിക്സിയിലിട്ട്. മമ്മി ഇപ്പൊ ഇത് ചെയ്തത് വെന്തിരിക്കുന്ന ചക്കയൊന്നുമില്ല. പച്ചച്ചക്ക മമ്മി മിക്സിയിലിട്ട് അടിച്ചു എടുക്കാൻ തോന്നണല്ലേ. പച്ചച്ചക്ക മമ്മി പച്ചച്ചക്കയും തേങ്ങയും ഏലക്കായയും, ചക്ക, തേങ്ങ, ഏലക്കായ, ശർക്കര ഇതൊക്കെ കൂടി കൂട്ടി അങ്ങോട്ട് അടിച്ചെടുത്തു. അടിച്ച് പൊടിയിലേക്ക് ഇട്ട് കുഴച്ച് ചെയ്തെടുത്തതാണ് മമ്മി ഇത്. അത് ലാസ്റ്റ് ഇട്ടത് മുരിയാനുണ്ട്. അപ്പൊ എന്താ പറയാ, ഒരു കടി ഒരു ചായ കടയിൽ നിന്ന് കൊടുത്ത്. അതെ, കട്ടൻ ചായ കടയിൽ നിന്ന് 10 രൂപ കടി, 15 രൂപ അല്ലെങ്കിൽ കടി കൊടുത്തൊക്കെ മേടിക്കണേലും നല്ലത് നമ്മൾക്ക് പറ്റണ പോലെ ചെയ്യാ, കാണിക്കാം. അമ്മ ആകെ അവശതയില നിൽക്കണേ. ഒന്ന് കിടന്നെറ്റാലേ ശരിയാവുള്ളൂ എന്ന് പറയണേ. ഇനിയിപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ് നമുക്ക് കറികളൊക്കെ ഇരിക്കുന്നുണ്ട്. കറികൾ ഇതേ അവിടുത്തെ ചിക്കൻ റോസ്റ്റ്. ചിക്കൻ അങ്ങനെ ആക്കി വെച്ചേക്കുന്ന ഒരു പ്രത്യേക തരം വെച്ചതാണ്. പക്ഷേ റോയിൽ വഴുക്ക് പറയുന്നുണ്ടായി, വലിയ ടേസ്റ്റിലോ മീൻ. പിന്നെ മീൻ കൊടംപുളി ഇട്ട പാമ്പാട. അതിനെന്താ പറയാന്നറിയില്ല. ഞങ്ങൾ ഇവിടെ പാമ്പാടാന്നാ പറയാ.
നീളത്തിലുള്ള ആ നീളത്തിലുള്ള മീൻ, ആ മീനാണിത്. കുടംപുളി ഇട്ട് തേങ്ങ അരച്ച. പിന്നെ ദേ ഈ മീനാണ് വറുത്തത്. വറുത്തത്. ആ ചട്ടകം നീക്കാം. വറുത്ത മീൻ കറികളുണ്ട്. പിന്നെ ഇതുള്ളു പണി. ഇത് കഴിഞ്ഞ ഹലോ 8 മണി. ആ 8 മണിയാ? 8 മണിയായോ? 8-7. ആ ചക്കച്ചീട മമ്മി മരം ബജ്ജി ഉണ്ടാക്കി ബജ്ജിയല്ലേ ഇത്, ഉള്ളി ബജ്ജി. പിന്നെന്തുട്ടാ? ആ ഇഷ്ടപ്പെട്ടില്ലേ? ആ വെറൈറ്റി. ആ ചക്കയുടെ ഫ്ലേവർ. ബജ്ജി മമ്മി കുറവ് ഉണ്ടാക്കണുള്ളൂ. അപ്പൊ നമുക്ക് ഓരോ കഴിവായിട്ട് ഇങ്ങനെ പുറത്ത് എടുക്കുന്നുള്ളൂ. ഇത്ര മതിയല്ലേ നമ്മൾ എടുക്കാല്ലേ? അല്ലെങ്കിൽ കരിഞ്ഞു. ഇത് ആ ചിക്കൻ തേരിക്കുന്നു. റോയലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിക്കൻ എന്ന് പറഞ്ഞാൽ ചിക്കൻ ഇൻട്രൊഡ്യൂസ് ഒന്നുകൂടി അതന്നെ ഒന്നുകൂടിയും ഇതൊക്കെ ചെയ്ത് നമ്മള് നോർമലി ചിക്കൻ സോറി നമ്മൾ നോർമലി എന്തെങ്കിലും വെജിറ്റബിൾസ് കടല വെക്കുമ്പോ ബീഫിന്റെ മസാല ഇട്ട് വെക്കൂലേ, സോയാബീൻ വെക്കുമ്പോ ബീഫ് വെക്കണ പോലെ മമ്മി നേരെ തിരിച്ചത് ചിക്കൻ വാങ്ങിച്ചിട്ട് സോയാബീൻ വെക്കണ പോലെ വെച്ചേ. അയ്യോടാ. പക്ഷെ ഇപ്പൊ എടുത്ത് നോക്കി നല്ല ടേസ്റ്റ്, മേല് വ്യത്യാസങ്ങൾ ആഡിങ്സ് ഒക്കെ ചെയ്ത്. അതെ. അപ്പൊ നമുക്ക് കട്ടൻ ചായയും അയ്യോ ചീടാവുന്നതാണ് ഈ കട്ടൻ ചായ കേട്ടാ. കട്ടൻ ചായ തിളക്കുന്നുള്ളൂ ഞാനേ. തക്കു പൊന്നെ, നീ എന്നോട് ആരാ പറഞ്ഞ നിന്റെ ഒരു തക്കുന്നാന്ന്? തക്കു കളി ഇങ്ങനെ പുറത്തെ കളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് അടി കഴിഞ്ഞ് വന്നേക്കണതാണ് ഇപ്പൊ. തക്കുമ്മ എല്ലാവരും നമ്മളെ അവരെ വിളിക്കാൻ. സാൻഡി മോളെ കാണാൻ പറ്റില്ലടാ. ബ്ലാക്കു അമ്മ തരാട്ട ചക്കച്ചീടാ കുണ്ടിരാട്ട അമ്മിപ്പ. പ്രോഡക്ട്സിന് ഇഷ്ടപ്പെട്ടല്ലോ. അതെ ഓടി ഓടി വന്ന് കഴിക്കാൻ അവർക്കും കൊടുക്കണ ഈ 2 മോനെ. ആ ഇതെ റോളക്സിന്റെ തക്കുവിന്റെ ഫാൻസിന്. ഫുഡ് കഴിച്ചാ നിങ്ങ പറയണില്ലേ തക്കുനെ കാണിച്ചോളൂന്ന്. തക്കുനെ കിട്ടാറില്ല ഇവിടെ. തക്കുമ്മ കുളിക്കണേണോ? വന്നേ. തക്കു തീറ്റ കഴിഞ്ഞാൽ ഒറ്റ പോക്ക. എന്നിട്ട് ഈ നേരത്തൊക്കെയാണ് ഒന്ന് ഓടിക്കേറി റോട്ടില് നീ കിടക്കണ സമയത്ത്. അതന്നെ നമ്മുടെ റോട്ടിൽ പോയി ഗേൾഫ്രണ്ട് ഒക്കെ ആയിട്ട് ഒരു കറക്കൊക്കെ നമ്മുടെ റോട്ടിൽ പോയി കിടന്ന് ഉരുള അങ്ങനത്തെ ഒക്കെ പണിയാണ് എന്റെ കയ്യിലുള്ളത്. എന്നിട്ട് ഇപ്പൊ എല്ലാം കഴിഞ്ഞ് കയറി വന്നേക്കെ. ഇനിയിപ്പോ എവിടെയെങ്കിലും നമ്മളുടെ കാലിന്റെ അടുത്ത് ചുരുണ്ടു കൂടണം. അത് തന്നെ ദേ 2 തക്കു റോളു, തക്കു റോളു. അവൻ കുളിക്കണ്ട ഇവനും കുളിക്കണ്. ഇവൻ മാന്തൻ. എന്തൊരു സ്നേഹാടോ കൂട്ടുകാരനോട്. സ്നേഹമൊക്കെ തന്നെ, പക്ഷെ ചില സമയത്ത് സ്വഭാവം മാറിണ്ടില്ലേ. എന്താ എമ്മി? ദേന എല്ലാം സെറ്റ്. ചക്കച്ചീട ബജ്ജി, ഉള്ളി ബജ്ജി, പിന്നെ നമ്മുടെ കട്ടൻ ചായ, റോളക്സ്. അതെന്തൊരു സംഭവം അറിയാൻ പറ്റാണ്ട് ആളുകൾ നിക്കണേ. കൊടുത്തു മമ്മി ഒരു പൊടി വായിൽ വെച്ച് കൊടുത്തിരുന്നു. ചായ ചവിട്ടല്ലേ പൊന്നെ, അങ്ങോട്ട് നീങ്ങും. പൊന്നല്ലേ നീങ്ങ. കൊച്ചു നല്ല കൊച്ചാണ്. അപ്പൊ മക്കളെ എല്ലാവരും ചക്കച്ചീട ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഉള്ളിവട പിന്നെ നമ്മ എല്ലാവരും ഉണ്ടാക്കണതാണ്. അപ്പൊ തിന്നു നോക്കിയിട്ട് ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാ. കട്ടൻ ചായക്കൊക്കെ ഈ മഴയത്ത് കട്ടൻ ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ ചക്കച്ചീട. ഒരു എരിവുള്ളതും ഒരു മധുരമുള്ളതും, ഒരു മധുരമുള്ളതും ഒരു എരിവുള്ളതും. അപ്പൊ ഇടി ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം. ഓക്കേ.